ഉളുഹിയത്തിൽ ഒരു ഉരുവിൽ 7 ഓഹരിക്കാരുണ്ടാകുമ്പോൾ 7 ഓഹരിയെയും 3 ഭാഗമാക്കി അതിൽ 2 ഭാഗം പാവങ്ങൾക്കും മറ്റൊരു ഭാഗം തുല്യ ഓഹരി വെച്ച് 7 പേരും എടുക്കുകയാണോ ചെയ്യേണ്ടത്, അതോ 7 തുല്യമായ ഓഹരി വെച്ച് 7 പേരും അവരുടെ ഓഹരിയെ 3 ഭാഗമാക്കി വീതിച്ച് 2 ഭാഗം സ്വതക്ക നൽകി 1 ഭാഗം സ്വന്തം ഉപയോഗിക്കുകയാണോ വേണ്ടത്? ഏതാണ് ശരിയായ ഇസ്ലാമിക രീതി? നല്ലൊരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ ഉലുഹിയത്തിൻ്റെ ഒരു സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉലുഹിയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഉരുവിൽ അത് പിന്നെ ആടല്ലാത്തതാണെങ്കിൽ ഇപ്പോൾ പശു അതുപോലെ തന്നെ കാള ഒട്ടകമൊക്കെ ആണെങ്കിൽ 7 പേർക്ക് വരെ എന്ത് ചെയ്യാം, പങ്ക് ചേരാന്നുള്ളതാണ്. അപ്പോൾ ആ 7 പേര് പങ്ക് ചേരുമ്പോൾ മൊത്തം ഒരു ഉരുവിലാണ് എന്ത് ചെയ്യുന്നത്, ഈ 7 പേര് പങ്ക് ചേരുന്നത്. അപ്പോൾ ആ ഒരു ഉരുവിനെ മൊത്തത്തിൽ തൂക്കിയിട്ട് അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ 3-ൽ 1 ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള 2 ഭാഗം എന്ത് ചെയ്യുക, സ്വതക്ക ചെയ്യുക. പിന്നെ ഈ മാറ്റി വെച്ച ഈ 3-ൽ 1 ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുക, അതിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സ്വതക്ക ചെയ്യേണ്ട കാര്യമില്ല. ആ 3-ൽ 1 ഭാഗം 7ആയിട്ട് വീതിച്ചിട്ട് അതെന്ത് ചെയ്യുക, അവർക്ക് തുല്യമായിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സ്വതക്ക എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു 3 ഭാഗമായിട്ട് തിരിച്ചിട്ട് അതിൽ നിന്ന് 2 ഭാഗം കൊടുത്തിട്ട് 1 ഭാഗം എടുക്കുക എന്നുള്ളത് വേണ്ട. മൊത്തത്തിൽ ഒരു ഉരുവായതുകൊണ്ട് ആ ഉരുവിനെ ഈ ഒരു രൂപത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ 3 ഭാഗമാക്കി അതിൽ 2 ഭാഗം നിങ്ങൾ പറഞ്ഞ പോലെ ആക്കുക, ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ അദ്ദേഹം ചോദിക്കുന്നത് ആദ്യം തന്നെ 7 ഓഹരി വെച്ച് ആ 7 ഓഹരി കിട്ടിയ 7 പേരുണ്ടാവുമല്ലോ, അവർക്ക് കിട്ടിയത് 3 ആക്കി 2 സ്വതക്ക ചെയ്യുകയും 1 അവർക്ക് തത്തുല്യമായ സംഗതി സെയിം ഒരേ കാര്യം തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലല്ല, അവിടെ ചോദ്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. ഇവർ എഴുതിയത് അങ്ങനെയാണ്. 7 അതായത് മൊത്തം ഉരുവിനെ 7 ഓഹരിയാക്കുന്നു. എന്നിട്ട് ആ 7 വ്യക്തികൾക്ക് കിട്ടിയത് അവർ അതിനെ 3 ആക്കുന്നു. ആ 3-ൽ 2 ഭാഗം ഓരോരുത്തരും സദക്ക ചെയ്യുന്നു, 1 ഭാഗം അവർ എടുക്കുന്നു. പക്ഷെ അങ്ങനെയല്ല എൻ്റെ ശരിയായ രീതിയായിട്ട് കാണുന്നത്. അതായത് മൊത്തം മാംസം തൂക്കിയിട്ട് അതിനെ 3ആയിട്ട് തിരിക്കുക. എന്നിട്ട് അതിലൊരു 3-ൽ 1 ഇവർക്ക് എടുത്തിട്ട് അതിനെ ഇവർ 3 പേര് എന്ത് ചെയ്യുക, 7ആക്കിയിട്ട് എഴുതെടുക്കുക. എന്നിട്ട് ഈ 2 ഭാഗം അതാണ് എന്ത് ചെയ്യേണ്ടത്, വിതരണം ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ രീതിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്.